ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വാഴേൻ്റെ കൊല വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നാടൻ വാഴേൻ്റെ പൂവൻപഴത്തിൻ്റെ കൊല വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കണം. പിന്നെ ഇതാട്ടോ നമ്മുടെ കിണർ. പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ഒരു വാഴക്കൊല ഉണ്ട്, അത് മൂപ്പായിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ വാഴക്കന്നുകൾ ഇതാ ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ താഴെ സ്ഥലത്താണ് കേട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ കുടുംബമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പം നല്ലപോലെ ശ്രദ്ധിച്ച് പോകണം. ഇതാ ഞാനിവിടെ താഴോട്ടേക്ക് വന്നിട്ട് ഇതാ ഇവിടെ എത്തി. ഇതാ വാഴക്കൊല ഇതാ മൂപ്പായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ മൈസൂർ വാഴയോ പൂവമ്പഴോ അങ്ങനെ എന്തോ ആണിത്. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇതാണ് കേട്ടോ, വെട്ടാറായിട്ടില്ല. പിന്നെ ഇത് പറഞ്ഞാൽ മുകളിലുള്ള വാഴക്കൊലേൻ്റെ പോലെ കുറേശ്ശെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒടിഞ്ഞിട്ട് താഴെ തോട്ടിലേക്ക് പോവും വാഴ മൊത്തം. അപ്പം ഇത് മൂപ്പായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇത് ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇതാ വേറെ കുറേ വാഴകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ അടുത്ത പുതിയ വാഴ കൊലച്ചതിൻ്റെ വാഴക്കൊല പോയി നോക്കാം. ഇതിൻ്റെ ഒരു വാഴക്കന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക്, ആ ഇടിയുന്ന സ്ഥലത്തല്ലാതെ കുറച്ച് നിരന്ന സ്ഥലത്തേക്ക് മാറ്റി നട്ടതാണേ. അപ്പോൾ ഇത് ഞാൻ മുമ്പ് നമ്മളിവിടെ എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വീട്ടിൽ ഞാൻ വാങ്ങി നട്ട വാഴയായിരുന്നു കേട്ടോ, വാഴക്കന്നായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് അവിടെ സ്ഥലം വിറ്റപ്പോൾ, വീട് വിറ്റപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൽ നിന്നൊരു വാഴക്കന്ന് പിരിച്ചെടുത്തിട്ട് വന്ന് നട്ടതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വാഴ. അതിൻ്റെ ഒരു വാഴക്കന്ന് ഇവിടെ നിരന്ന സ്ഥലത്ത് നട്ടത്. അപ്പോൾ നമ്മൾ വാഴക്കൂമ്പ് ഇതാ പുതിയത് വരുന്നത് കണ്ടോ. പൂവമ്പഴോ എന്താ നാടൻ മൈസൂർ പഴം അങ്ങനെ എന്തോ ഒരു വാഴയാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ വാഴക്കൂമ്പ് വെച്ചാലും നല്ല ടേസ്റ്റാണ്, തോരൻ വെച്ചാൽ. അല്ലാതെ ഇതിൻ്റെ പഴവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൃഷി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക കേട്ടോ.